കോളേജ് റീയൂണിയനുകൾ ഇക്കാലത്ത് പുതുമയല്ല. എന്നാൽ വാഴൂർ NSS കോളേജിലെ 1997 ബികോം ബാച്ച് ഒരൽപ്പം വ്യത്യസ്തമാണ്. ഒരുമിച്ച് കണ്ടതിന്റെ 30ാം വാർഷികത്തിൽ ഒന്നാന്തരം ഒരു ഓണം ആൽബം തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരാണ് ആ ടീം. വാഴൂർ NSS കോളേജിലെ 1994 അഡ്മിഷൻ നേടി 97 പുറത്തിറങ്ങിയ ടീമാണ്. ഇവരാണ് ഈ ഓണം ഒരല്പം വ്യത്യസ്തമായി ആഘോഷിക്കാൻ ഒരു ഓണപ്പാട്ട് തന്നെ ഒരുക്കിയത്. അത് എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്ത അഭിലാഷുണ്ട് എന്നോട്. ആദ്യം എന്താണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് വന്നത്? ഞങ്ങളൊരു 30 വർഷത്തെ സൗഹൃദമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ 30 വർഷത്തെ സൗഹൃദത്തിൽ പലപ്പോഴായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ഓണക്കാലത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഓണപ്പാട്ട് തന്നെ റെഡിയാക്കിയാൽ എന്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് കുറേ കൂടി ആളുകൾ ഉണ്ടായിരുന്നു. അവർ വിദേശത്തുമൊക്കെ ആയിട്ട് അവധിയെടുത്ത് ആ സമയത്ത് വന്നിരുന്നവരാണ്. പക്ഷേ അവരെല്ലാം തിരിച്ചുപോയി. പക്ഷേ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിന്ന് ഒന്ന് കൂടിയിട്ടാണ് ഈ ബൈറ്റിന് വേണ്ടിയിട്ട് ഒന്നിച്ചു ചേരുന്നത്. പക്ഷെ ഞങ്ങൾ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓണപ്പാട്ട് തന്നെ വേണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുകയും അതനുസരിച്ച് ഞാനൊരു പാട്ട് എഴുതി സംഗീതം കൊടുക്കുകയും അത് എല്ലാവരോടും കൂടി പാടുകയും അതിനോടൊപ്പം തന്നെ അതിനകത്ത് ഓരോ രംഗങ്ങളിലും അഭിനയിക്കുന്ന ആളുകൾ പോലും ഞങ്ങളെല്ലാവരുമായിട്ട് ഒന്നിച്ച് ചേരുകയും ഒന്നിച്ചാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്പെഷ്യൽ പാട്ടുകൂടി കേരള മനസ്സിലേക്ക്, മലയാളികളുടെ മനസ്സിലേക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ഞങ്ങൾ സമ്മാനിക്കുന്നു. നിങ്ങൾക്ക് പുറത്തുനിന്ന് ആരുടെ ആവശ്യമില്ലല്ലേ? എഴുത്തുകാരും അഭിനേതാക്കളെല്ലാം സ്വന്തം ആളുകൾ തന്നെയാണ്. അതെ, ഞങ്ങളിൽ ഒരാളായ അഭിലാഷാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ വെറൈറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു പ്ലാൻ? വെറൈറ്റി അല്ല, ഇതിന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പ്ലാനായിട്ട് ചെയ്തതായിട്ടൊന്നും അറിയില്ല. ചിലപ്പോൾ വിളിച്ചിട്ട് ഒരു 5-6 ദിവസം മുന്നേ പറയും ഇന്ന പോലെ സംഭവം ഉണ്ട്, വരുന്നോ ഇല്ലയോ. അപ്പം നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി ഒരു സൗഹൃദത്തിൻ്റെ ഞങ്ങൾ 2 വർഷം മുമ്പ് ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ആൾക്കാരുമായിട്ടെല്ലാം വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടായത്. അപ്പോൾ അതോടുകൂടി നമുക്കൊരു ആ സൗഹൃദം നിലനിർത്തണം എന്നുള്ളൊരു ചിന്തയുണ്ടായി. ഈ ഒരുപാട് വർഷത്തെ പരിചയമാണ് അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഏതാണ്ട് 10-30 വർഷത്തോളം ഉണ്ട്. ഈ സൗഹൃദങ്ങളെ, ഈ ആ ഒരു കാലത്തെ സൗഹൃദം എങ്ങനെയാണ് അത് നിലനിന്ന് പോകുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ 2000 കാലഘട്ടത്തിൽ ഞങ്ങൾ യാഹൂല് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് ഓർക്കുട്ടിൽ ഞങ്ങൾ ഗ്രൂപ്പാക്കി, പിന്നെ ഫേസ്ബുക്കിലാക്കി, പിന്നെ ഇപ്പോൾ വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോൾ റീയൂണിന് വേണ്ടി ഞങ്ങൾ വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എല്ലാവരും ഒന്നുകൂടെ കിട്ടാത്തവരെ ഞങ്ങൾ കോളേജിൽ ചെന്ന് അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞങ്ങൾ വീടുകൾ ഒത്തിരി എഫേർട്ട് എടുത്തു. ഞങ്ങൾ എന്ന് വെച്ചാൽ ഒരിക്കലും പിന്നെ കാണാത്ത ഒരുപാട് കല്യാണം കഴിച്ച് ദൂരെ പോയവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ കോളേജിൽ പോയി കണ്ടു, അഡ്രസ്സ് എടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്തു ഞങ്ങൾ കാണാതെ പോയവരെയൊക്കെ കണ്ടുപിടിക്കും. പക്ഷെ എല്ലാവരെയും കണ്ടുപിടിച്ചു. ഒരാൾ മാത്രമേ മരിച്ചു പോയുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ ഇപ്പോഴും ലൈവായിട്ട് തന്നെ ഞങ്ങളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞിട്ടേ ഇല്ലെന്ന് പറയാം. ഞങ്ങൾ ആ 30 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ കാണുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആ സൗഹൃദം എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും വേറെ ആരുടെയും അല്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലെന്നുള്ള രസം. അപ്പം ഞങ്ങൾക്ക് തോന്നിയൊരു രസമാണ് ഇത്. ഇപ്പം ചിലപ്പോൾ തലേദിവസമായിരിക്കും വിളിച്ചത്, പക്ഷേ ഞങ്ങളെല്ലാം എത്തിക്കഴിയും. അത് അങ്ങനെ ഒരു ബോണ്ടായതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. ഓർക്കിട്ട് എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഇപ്പം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ നൊസ്റ്റാൾജി ആയിരിക്കും. മൊത്തത്തിലൊരു നൊസ്റ്റാൾജിയുടെ കളിയുണ്ടല്ലേ ഇതിൽ? തീർച്ചയായും. കാര്യം ഇത്രയും വർഷം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ 30 വർഷത്തെ ഒരു സൗഹൃദം ഇത്രയും പേരെ ഒന്നിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ഓണപ്പാട്ടിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമായിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അവസരത്തിൽ ഒരു നന്ദിയും കൂടെ പറയുകയാണ് അഭിലാഷിന്. കാര്യം അദ്ദേഹം ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു നൊസ്റ്റാൾജിക്ക് അനുഭവത്തിലേക്ക് തന്നെ കടന്നു വരാൻ സാധിച്ചത്. പറയുകയാണെങ്കിൽ എന്താ പറയുക, ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവർ വന്നു കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിങ്ങിന് അവരെ കൂടെ പങ്കെടുപ്പിച്ചു. ഇപ്പോൾ അവർ തിരിച്ചുപോയി. ഇപ്പോൾ അവർക്ക് ഇതിന് ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ കൂടി അവർക്ക് കൂടി ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിക്കാതെ പോയി. എനിവേ ഇതൊരു നല്ല അനുഭവം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. സൗഹൃദങ്ങൾ അങ്ങനെ തീർന്നു പോകുന്നതല്ല അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളുടെ സൗഹൃദം 30 വർഷമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്ന് നിൽക്കുന്നു.
ഇനി മുമ്പോട്ടും ഞങ്ങൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ട് സൗഹൃദങ്ങളെ വീണ്ടും വീണ്ടും പുതുക്കി എന്തായാലും ഊഷ്മളമായൊരു സൗഹൃദം തന്നെയാണ് ഇവരുടെയൊക്കെ വാക്കുകളിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ എഫർട്ടൊക്കെ എടുത്ത് അവരൊരു ഗംഭീര ആൽബവും പുറത്തിറക്കിയിരിക്കുകയാണ്. ഓണക്കാലത്ത് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ആൽബം അവർ പുറത്തിറക്കിയിരിക്കുന്നത്. കോട്ടയം വാഴൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.